പണ്ട് ഞാനല്ല 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട് എൻ്റെ വല്യമ്മ എടുത്തു തരുന്നത് ഉച്ചക്കത്തെ ചോറ് തന്നെയാണ്. പഠിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ എനർജിക്ക് ചോറ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചുണ്ടാവും അത്. എന്തായാലും വിശന്ന് വരുമ്പോൾ വല്യമ്മ എടുത്തു തരുന്ന ആ ചോറും അതിൽ നിന്ന് കിട്ടുന്നൊരു സ്വാദം ഒരു സുഖമുള്ള കാലമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ എൻ്റെ മോക്ക് ചോറിനെക്കാട്ടിയും പ്രിയ എന്തെങ്കിലും സ്പെഷ്യലാണ്. ഇന്ന് അവൾക്ക് വേണ്ടി കൊത്തിടിയപ്പം ഉണ്ടാക്കാം. രാവിലത്തെ ഇടിയപ്പം കുറച്ച് ബാക്കിയുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് സോഫ്റ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ശേഷം തക്കാളി ഇട്ട് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഒരു നല്ല സ്മെല്ലെല്ലാം ഉണ്ടാവും. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുട്ട വേണം. മുട്ടയാണ് ഹൈലൈറ്റ്. 2 മുട്ട ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല എന്ന് ഉറപ്പില്ലോട്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് ഞാൻ ചീഞ്ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി മുകളിൽ വെതറിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഈ മുട്ട ബുർജീൻ്റെ എല്ലാം ഒരു മോഡലില്ല അതിട്ടാ. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി രാവിലത്തെ ഇടിയപ്പം അതിലോട്ട് കുറച്ച് കീറി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് കൊത്തി എടുത്ത് ഈ ഒരു പരുവാക്കി എടുക്കുക കേട്ടോ. വേണമെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഐറ്റം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ഗൗരിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടി കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇടിയപ്പം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയണേ.